ജോസഫ് സി മാത്യു നമ്മോടൊപ്പം. ജോസഫ് സി മാത്യു, നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ ADGPയെ ചുമതലയിൽ നിന്ന് മാറ്റുമെന്നുള്ളതായിരുന്നു പൊതുവെയുള്ളൊരു വിശ്വാസം. CPI അത്രമേൽ ശ്രമിച്ചിരുന്നു, നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്ന് മാറ്റാൻ ലോകത്താര് വിചാരിച്ചാലും നടക്കില്ല എന്ന് തെളിയിക്കപ്പെടുകയാണോ? ഇത് ബോധ്യത്തിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ അഭിലാഷേ. ഇദ്ദേഹം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ്. DGP എന്ന് പറയുന്നത് സംസ്ഥാനത്തെ പോലീസിന്റെ മേധാവിയാണ്. DGP പറയുകയാണ് പൂരം കലക്കിയതിൽ ADGPക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ ആരാണ്? അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള ADGP റിപ്പോർട്ട് ചെയ്യേണ്ടത് DGPക്ക് ആണല്ലോ. പൂരം കലക്കിയതിൽ ADGPക്ക് വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തിയാൽ നടപടി എടുക്കേണ്ടത് ആരാണ്? ഇത് പറയേണ്ടത് ഇപ്പൊ മുഖ്യമന്ത്രി പറയാണ് DGP അത് പരിശോധിച്ചിട്ടില്ല, എന്നിട്ട് ഇനി പരിശോധിക്കും. പിന്നെ DGP ഇത്രയും നാൾ എന്ത് ചെയ്യുകയായിരുന്നു? സംസ്ഥാനത്തെ ഏറ്റവും വലിയ മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ച സാംസ്കാരിക ഉത്സവം നടക്കുന്നിടത്ത് മതപരമായ വിഷയങ്ങൾ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു വിഷയത്തില് ഈ പൂരം കലക്കലുണ്ടായി എന്നും അത് ആസൂത്രിതമായി ചെയ്തതാണെന്ന് ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നല്ലോ. ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു അന്വറോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവോ പറഞ്ഞു കഴിഞ്ഞ ശേഷമാണോ നടപടി എടുക്കേണ്ടത്? നാളിതുവരെ ഇവരുടെ എല്ലാം ദൈനംദിന കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഇവർ എന്തുകൊണ്ടത് ചെയ്തില്ല? സത്യത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കാൻ അദ്ദേഹത്തിനോ DGP ആയിരിക്കാൻ റിവേഴ്സ് സാഹിബിനോ യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ള കുറ്റസമ്മതമാണ് ഇവിടെ നടത്തിയത്. ടോട്ടൽ കൊളാപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ, അതാണ് മുഖ്യമന്ത്രി ഏറ്റു പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ബോധ്യം എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ബോധ്യം അദ്ദേഹത്തെ രക്ഷിക്കുമായിരിക്കും. പക്ഷെ സംസ്ഥാനം നിയമം വഴി സ്ഥാപിതമായ ഒരു സംസ്ഥാനമല്ലേ. കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് അധിക ദിവസം MR അജിത് കുമാറിന് ADGP ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ ഇരിക്കാൻ കഴിയില്ല എന്നാണ്. നിരവധി അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് DGP നേരിട്ട് പരിശോധിക്കുന്നത് തൊട്ട് നിരവധി നേരത്തെ പ്രഖ്യാപിച്ച അന്വേഷണം, അതിന് 30 ദിവസം തീരാനിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞായാലും അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞായാലും ആ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിലെ മാറ്റൽ എന്ന് പറയുന്നത് അനിവാര്യമല്ലേ? അത് അഭിലാഷ രാഷ്ട്രീയമായ ഒരു ചോദ്യമാണ്. അതിൽ നിന്ന് ADGPയെ മാറ്റാതെ മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളിനി പറയാനും വയ്യ, പറയാതിനി വയ്യ എന്ന് പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് ഇത് രണ്ടും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അല്ല അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ ഒന്നും വിഷയമല്ല. നിങ്ങൾ ഇന്ന് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഒരു ഓഫീസില് പോയി ഇങ്ങനെ ആവർത്തിച്ച് RSS നേതാക്കളെ കാണുന്നത് തെറ്റുണ്ടോ? അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ലല്ലോ. അതിന് ഞാൻ എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത് എന്തിനാന്നൊക്കെ പറഞ്ഞ് ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെ മറുപടി പറയേണ്ടതില്ല. അദ്ദേഹത്തിന്റെ സ്വരം കെടുക്കുന്നു എന്ന് തോന്നിയപ്പം ടോൺ ഡൗൺ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹത്തിന് അതിലെ നിലപാടില്ലേ? അദ്ദേഹം നാളിതുവരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പൊ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ തന്നെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരുന്നത്? CPI ചൂണ്ടിക്കാണിക്കുന്ന അവരുടെ രാഷ്ട്രീയ നിലപാടാണ്. അപ്പൊ ഈ മൊത്തത്തിൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ നിലപാടിൽ വരുന്ന ഒരു ഇടിവുണ്ട്. ആ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചതിൽ വരുന്ന ഒരു ഇടിവ് എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി സംഭവിക്കുന്ന ഒരു ഡാമേജ് ആണ്. അതിന് കളക്റ്റീവായിട്ട് ഏത് ദൂരം വരെ പോകാമെന്നുള്ളത് ഇവരാലോചിക്കട്ടെ. ഓരോരുത്തരുടെ കേൾപ്പിനനുസരിച്ച് തീരുമാനമെടുക്കും. CPI പലപ്പോഴും ലാക്ടീത്ത് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അത് വേറൊരു വിഷയമാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് പിണറായി വിജയൻ തന്നെ കേരളത്തിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ബെഞ്ച് മാർക്കുകൾ അനുസരിച്ചല്ല അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ പ്രവർത്തിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ഒരുപാട് ചർച്ചകളുണ്ട്. അതിനും അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അവിടെയാണ് ഈ പൂരം കലക്കലിന്റെ വിഷയം വരുന്നത്. പൂരം കലക്കലിന്റെ വിഷയം അദ്ദേഹത്തിന്റെ കുറ്റസമ്മതമാണ്. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. DGPക്ക് ബോധ്യമുണ്ട് അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർ ഇതിൽ പങ്കുണ്ടെന്ന്. പക്ഷെ DGPക്ക് അത് മുഖ്യമന്ത്രിയോട് പറയാൻ കഴിയുന്നില്ല. പറയണമെങ്കിൽ ഒരു റിപ്പോർട്ടിന്റെ പിൻബലം വേണം. 1 വർഷം കഴിയണം. 1 വർഷം ഇതിനു മുമ്പ് എന്തുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത് പറയാതിരുന്നത്? ADGPക്ക് എതിരായി ചെന്ന് പറയാൻ DGPക്ക് കഴിയുന്നില്ല. കഴിയാത്ത ഒരു സാഹചര്യവും ബന്ധവും ഉണ്ട്. അവിടെയാണ് അന്വർ അങ്കിൾ എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നത് ഉൾപ്പെടെ അന്വേഷിക്കേണ്ടത്. ഒരു ശിക്ഷണ സേനയെ കുറിച്ച് നമ്മൾ ഈ പറയുന്നത്. ഈ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇത് കേരളത്തിന്റെ അഡ്മിനിസ്ട്രേഷനെ, ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനെ, ക്രമസമാധാനത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഗൗരവതരമായ വിഷയം. തീർച്ചയായും വളരെ ഗൗരവതരമായ പല വിഷയങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ള വിഷയമാണ്. എന്തായാലും വത്സൻ തില്ലങ്കേരിയെയും കണ്ടിട്ടുണ്ടെന്ന വാർത്ത ഇന്ന് വരികയും ചെയ്തു. ADGP പദവിയിൽ ADGP ക്രമസമാധാന ചുമതല എന്ന നിലയിൽ എത്ര കാലം MR അജിത് കുമാർ, എത്ര കാലം മുഖ്യമന്ത്രിക്ക് ഒരു സംരക്ഷണ കവചം ഒരുക്കാൻ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.